നിങ്ങളുടെ ഊഹം ശരിയായിരുന്നു. ഞാൻ ഗർഭിണിയാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പ്രഗ്നന്റ് ആകാൻ നിരവധി തവണ ശ്രമം നടത്തിയിരുന്നു. നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വിവാഹ വിശേഷങ്ങളെല്ലാം തന്നെ ദിയയും താരകുടുംബവും നിരന്തരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇതാ പുതിയൊരു സന്തോഷ വാർത്ത പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് ദിയയും അശ്വിനും. താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് 3-ാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത്. സോഷ്യൽ മീഡിയയിൽ ദിയ പങ്കിട്ട വീഡിയോയും കുറിപ്പും ഇതിനോടകം വൈറലാണ്. ഞങ്ങളുടെ ലിറ്റിൽ വണ്ണിനെ സ്വീകരിക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇതിനകം ഊഹിച്ചവരോട് അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ 3-ാം മാസത്തെ സ്കാൻ വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ നിമിഷം കുറച്ച് സ്വകാര്യത ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് യൂട്യൂബർമാരിൽ നിന്നും വാർത്തകളിൽ നിന്നും എന്നും ദിയ കുറിച്ചു. പ്രണയത്തിലായപ്പോൾ മുതൽ ഈ നിമിഷം വരെയും പലപ്പോഴായി അശ്വിനൊപ്പം പകർത്തിയ വീഡിയോയും ഫോട്ടോയും കോർത്തിണക്കിയ വീഡിയോ ആണ് ദിയ പങ്കുവച്ചത്. വീഡിയോയുടെ അവസാനത്തിലാണ് അശ്വിനൊപ്പം കയ്യിൽ ഒരു കുഞ്ഞു ഷൂസുമായി ദിയയുടെ വീഡിയോ ഉള്ളത്. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ എത്രയും വേഗം കുഞ്ഞിനെ വേണമെന്ന് തങ്ങൾ ഉറപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ആദ്യത്തെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നുവെന്നും ദിയ പറയുന്നു. കുട്ടിക്കാലം മുതൽ എനിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. കെട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അശ്വിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. അശ്വിനും അതിന് റെഡിയായിരുന്നു. ലിയാനെ കണ്ട ശേഷം അച്ഛനാകാൻ അശ്വിനും കൊതിച്ചിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിനെ എത്രയും വേഗം വേണം എന്നതുകൊണ്ട് ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. ഒന്നും പോസിറ്റീവായി സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. നിനക്കായിരിക്കില്ല, എനിക്കായിരിക്കും പ്രശ്നമെന്നാണ് അശ്വിൻ ആ സമയത്ത് പറഞ്ഞത്. ആശുപത്രിയിൽ പോകാൻ വരെ തീരുമാനിച്ചിരുന്നു. 1 മാസം കൂടി നോക്കാം, ശേഷം ആശുപത്രിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. വിവാഹം കഴിഞ്ഞ 2-ാം മാസമായിരുന്നു അത്. പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് വാങ്ങിയത് കയ്യിലുണ്ടായിരുന്നു. അതിൽ 6 എണ്ണം പലപ്പോഴായി ഉപയോഗിച്ചു. പക്ഷേ എല്ലാം നെഗറ്റീവ് റിസൾട്ടാണ് കാണിച്ചത്. അതിൽ 1 അവശേഷിച്ചിരുന്നു. പീരീഡ് ഡേറ്റ് കഴിഞ്ഞതിനാലും ശരീരത്തിന് വേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നതുകൊണ്ടും ഞാൻ വെറുതെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി. പെട്ടെന്ന് 2 പിങ്ക് ലൈൻ വന്നു. ആകെ കൺഫ്യൂഷനായി. അശ്വിനും റിസൾട്ട് കണ്ട് കണ്ണും തള്ളി നിന്നു. വളരെ സന്തോഷം തോന്നിയതായി ദിയ പറഞ്ഞു.